ഹലോ, വിശന്നപ്പോൾ വീട്ടിലൊന്നുമില്ല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ. അപ്പോൾ അമൃതപൊടി ഉണ്ട്. അപ്പോൾ അധികം ചിലവൊന്നും ഇല്ലാണ്ട്, പ്രത്യേകിച്ച് കണക്കെടുപ്പോ അളവെടുപ്പോ ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു അമൃതം പൊടി കേക്കാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയാൽ ശരിയാവോ എന്ന് കൂടി അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിച്ച് നോക്കിയിട്ട് ഞാൻ ധൈര്യമായിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് മാത്രമല്ല, ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ കേക്ക് റെഡിയാവും. പിന്നെ ഹെൽത്തിയാണ്, അധികം പ്രിസർവേറ്റീവ്സ് ഒന്നും ഇടുന്നില്ല, ആകെ ഒരു സാധനം മാത്രമാണ് കേട്ടോ ഇടുന്നത്. പിന്നെ നമ്മൾ ആദ്യം ഇതിലേക്ക് ഇടുന്നത് കുറച്ച് ഷുഗറാണ്. ഇതിനൊന്നും ഒരു കണക്കില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടുക. 2 ഏലക്കായ മാത്രം ഒരു കണക്കിലിട്ടിട്ടുണ്ട്, 2 മുട്ട കൂടി കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പാലില്ലാത്തവർ കുറച്ച് ഇളം ചൂടുവെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനും ഒരു കണക്കൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് എത്രയാണോ ഇത് വേണ്ടത് അതിനനുസരിച്ചാണ് കേട്ടോ. ഈ ഒരു സാധനമാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒരു അൺഹെൽത്തി എലമെൻ്റ് ആയിട്ട് മെയിനായിട്ട് ഇട്ടിട്ടുള്ളത്. ഇത് നമ്മുടെ അപ്പ സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടി എന്നൊക്കെ പറയുന്ന ഐറ്റമാണ് കേട്ടോ. പിന്നെ നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുള്ള ഒരു അമൃതം പൊടിയുടെ പാക്ക് എടുത്തിട്ടുണ്ട്. എത്രയാണോ തിക്ക് വേണ്ടത് അതിനനുസരിച്ചാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്, അല്ലാണ്ട് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഇതിങ്ങനെ ഈ ഒരു പരുവത്തിലായപ്പോൾ ഞാനിത് ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാലാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഒരു കുഞ്ഞു ഉറുമ്പുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ വക്കിൽ, അതൊക്കെ ഈ ഒരു പാത്രത്തിലോട്ട് വീണിട്ട് ഒക്കെ പൊറുക്കിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. എത്രയാ അളവ് കണക്ക് അതൊന്നുമില്ല, എത്ര ഉണ്ടാക്കുമെന്നും അറിയൂല. അപ്പോൾ നമ്മളിത് ഇഡ്ഡലി തട്ടിൽ പുഴുങ്ങിയെടുക്കാനാണ് കേട്ടോ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ടൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ എനിക്ക് അടുത്ത പറ്റിയ അബദ്ധം ഇതാണ്, ഞാൻ നിറച്ചൊഴിച്ചു. എന്തിച്ചിട്ട് രണ്ടാമത് ഇനിയും ഈ തട്ട് കഴുകിയിട്ട് അതിലേക്ക് ഒഴിക്കണ്ട വെച്ചിട്ട് പിന്നെ കാഷ്യൂനട്ട് ഞാൻ വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ടതാണ്, കാണാനൊരു ഭംഗി തോന്നട്ടെ എന്ന് കരുതിയിട്ട് കേട്ടോ. വേണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ തിളപ്പിച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ മുകളിലോട്ട് ഈ തട്ട് ഇറക്കി വെക്കുകയാണ്. അടുത്തതും വെച്ചു കേട്ടോ. ഇനി അടുത്ത അബദ്ധം എന്തായിരിക്കും എന്ന് വേഗം ഒന്ന് ഗസ് ചെയ്താണ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ സത്യത്തിൽ ഞാൻ അന്തം വിട്ടു പോയി എന്ന് പറയാലോ. ഇത്ര അടിപൊളിയാകുന്നൊന്നും ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ലായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അബദ്ധം. അതിങ്ങനെ നിറച്ച് വെച്ചതുകൊണ്ട് തന്നെ അടിയിലടിയത്തെ ലെയറിൽ ഇങ്ങനെ മുട്ടിയിട്ട് അതാകെ കൊളായിട്ടുണ്ട്. പക്ഷേ സോഫ്റ്റ്നെസ്സും ടേസ്റ്റും ഒന്നും പറയണ്ട. പിന്നെ ഇതിങ്ങനെ അടർന്ന് കിട്ടുമോ എന്ന് ഡൗട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ ഓൾറെഡി ഇതൊക്കെ പറഞ്ഞു നിൽക്കുന്ന പോലെ തന്നെയാണ്. സത്യത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായിട്ട് ഇത്രയും അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു ഐറ്റം ഇത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, അവരൊക്കെ പെരും കഴിക്കലാണ് കേട്ടോ. ഞാൻ പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ പെറുക്കി എടുക്കൽ തുടങ്ങി. അധികം റിസ്ക് ഒന്നും എടുക്കണ്ട, നിങ്ങൾക്ക് പാത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിൽ അമൃതപ്പൊടിയൊക്കെ ഉണ്ട്, ഇത് കഴിക്കുന്ന കുട്ടികളല്ലെങ്കിൽ വേഗം ഉണ്ടാക്കി നോക്കിക്കോളി, അടിപൊളിയാണ്. നടുവൊക്കെ ഇങ്ങനെയാണ് കേട്ടോ നിൽക്കുന്നത്. വലിയ പണമുടക്കൊന്നുമില്ല, സമയവും വല്ലാണ്ട് ചിലവാക്കേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി സ്നാക്കാണ്. ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഉണ്ടാക്കി നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.